സംസ്ഥാന അധ്യക്ഷനായ ശേഷം ആദ്യമായി കോഴിക്കോടെത്തുന്ന രാജീവ് ചന്ദ്രശേഖറിന് തലവേദനയായി ബി.ജെ.പി. ഉൾപ്പോര് രൂക്ഷമാകുന്നു. പാർട്ടിയിൽ സജീവമായിരുന്ന പലർക്കും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുനഃസംഘടനയിൽ അർഹമായ സ്ഥാനം ലഭിക്കാത്തതിനെ ചൊല്ലിയാണ് പാർട്ടിയിൽ തർക്കം ഉടലെടുത്തത്. ജില്ലയിലെത്തുന്ന സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അസംതൃപ്തരായ നേതാക്കൾ. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ.എം.ആർ തയ്യാറാക്കിയ വാർത്ത കാണാം. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോടെത്തുന്ന രാജീവ് ചന്ദ്രശേഖറിന് വലിയ തലവേദനയായിരിക്കും ബി.ജെ.പിയിലെ ഉൾപ്പോര് സമ്മാനിക്കുക. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വികസിത കേരളം പരിപാടിയിലാണ് അദ്ദേഹം കോഴിക്കോട് പങ്കെടുക്കുന്നത്. അതിനിടെയാണ് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ പരാതിയുമായി രാജീവ് ചന്ദ്രശേഖറിനെ കാണാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസമാണ് പുനഃസംഘടന പ്രകാരമുള്ള പുതിയ ഭാരവാഹികളുടെ പട്ടിക പുറത്തുവന്നത്. നേരത്തെ സജീവമായിരുന്ന പലർക്കും ഈ പട്ടികയിൽ ഇടം ലഭിച്ചിട്ടില്ല എന്നതാണ് പരാതി. 6 വർഷമായി പാർട്ടിയിൽ സജീവമല്ലാതിരുന്ന ചിലർക്ക് പദവി ലഭിക്കുകയും ചെയ്തു. 3 ജില്ലാ കമ്മിറ്റികളായി കോഴിക്കോടിനെ വേർതിരിച്ചപ്പോൾ നേരത്തെ സജീവമായിരുന്ന 5 മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ പുതിയ ഭാരവാഹി പട്ടികയിൽ നിന്നും പാടെ തഴഞ്ഞു എന്നതാണ് പ്രധാന ആക്ഷേപം. ഇതോടെയാണ് ബി.ജെ.പിയിൽ ഉൾപ്പോര് രൂക്ഷമായത്. ഇവർക്ക് കൃത്യമായ പരിഗണനയും സ്ഥാനവും നൽകണമെന്നാണ് മുതിർന്ന നേതാക്കൾ സംസ്ഥാന അധ്യക്ഷനോട് ആവശ്യമുന്നയിക്കുക. ഇവരെ ഏത് തലത്തിൽ ഉൾക്കൊള്ളിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നതാണ് പുതിയ സംസ്ഥാന അധ്യക്ഷന് മുൻപിലെ പ്രധാന വെല്ലുവിളി. ഇന്ന് രാത്രിയിലാകും സംസ്ഥാന അധ്യക്ഷനുമായി അസംതൃപ്തർ കൂടിക്കാഴ്ച നടത്തുക. പഹൽഗാം ഭീകരാക്രമണത്തിലെ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് വൈകിട്ട് 6-ന് കിഡ്സൺ കോർണറിൽ നടക്കുന്ന പരിപാടിയിലാണ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നത്. നാളെ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം പരിപാടിയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ തിങ്കളാഴ്ചയും ജില്ലയിൽ തുടരും. പാർട്ടിക്കകത്ത് ഉടലെടുത്ത തർക്കം ജില്ലയിൽ നിന്നും മടങ്ങും മുൻപ് സംസ്ഥാന അധ്യക്ഷൻ പരിഹരിക്കുമോ എന്നതാണ് ബി.ജെ.പിയുടെ മറ്റു നേതാക്കൾ കാത്തിരിക്കുന്നത്. ബി.ജെ.പിയിലെ ഗ്രൂപ്പ് തർക്കത്തിന് കടിഞ്ഞാണിടാനാണ് രാജീവ് ചന്ദ്രശേഖരനെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി കേന്ദ്ര നേതൃത്വം നിയമിച്ചത്. അതേ രാജീവ് ചന്ദ്രശേഖരന് തന്നെ വലിയ തലവേദനയാവുകയാണ് കോഴിക്കോട് ബി.ജെ.പിയിലെ ഉൾപ്പോര്. അത് പരിഹരിക്കാൻ പുതിയ സംസ്ഥാന അധ്യക്ഷന് സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. റിയാസ് കെ.എം.ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.